അപ്പൊ അന്ന് ഈ കൃപാസനത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നമ്മൾ നല്ല കൂളായിട്ടിരിക്കുന്ന നല്ല തണുത്തിരിക്കുന്ന ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു ഫീൽ നമുക്ക് വരും. പെട്ടെന്ന് ഒരു തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് അടിക്കുന്ന ഒരു ഫീൽ. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു തണുത്ത് നല്ല ചൂട് അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു തണുപ്പ് എൻ്റെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ഞാൻ മുകളിൽ പോയി ഉടമ്പടി അവിടുത്തെ എൻ്റെ കൗൺസിലിംഗ് കേട്ടു, ഉടമ്പടിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ പേഴ്സണൽ കാര്യമല്ല. ഞാൻ വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളാണ്, ഞാനും എൻ്റെ ആവശ്യമാണ് വെച്ചത്. പക്ഷേ ഞാൻ വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത്, കർത്താവേ, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം. എൻ്റെ ജീവിത വിശുദ്ധീകരണമാണ് ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവണമെന്നായിരുന്നു എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി വിഷയം. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോഴുള്ള എൻ്റെ ഉടമ്പടി വിഷയം. കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറയട്ടെ എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് അതിനു മുൻപ് വരെ എനിക്കുണ്ടായിരുന്ന ഒരു